السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദ്, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന ജമാഅത്ത് ഭാരവാഹികൾ, PTA ഭാരവാഹികൾ അടക്കമുള്ള വിവിധ മേഖലകളെ പ്രതിനിധീകരിക്കുന്ന അതിഥികൾ, ആരെയും പേരെടുത്ത് പറയുന്നില്ല, അതുപോലെ തന്നെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന രക്ഷിതാക്കൾ, ഉമ്മമാർ, വിദ്യാർത്ഥിനികൾ, സഹോദരങ്ങൾ, നമ്മുടെ 2 ദിവസത്തെ വിദ്യാർത്ഥികളുടെ പരിപാടി ഇവിടെ പരിസമാപ്തി കുറിക്കുമ്പോൾ ഒരുപാട് പേരോട് നന്ദി പറയേണ്ടതുണ്ട്. ഈ പരിപാടി 2 ദിവസം ഏറ്റവും മികച്ച ഒരു സമ്മേളനമാക്കി തീർത്ത ഒരുപാട് പേരുണ്ട്. നമ്മുടെ മദ്രസയിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവിനനുസരിച്ചുള്ള പരിപാടികൾ നൽകിക്കൊണ്ട് പരിശീലിപ്പിച്ച ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, ബാദുഷാ മിസ്ബാഹി, ഉസാം ഉസ്താദ്, സഫ്വാൻ ഉസ്താദ്, സാബിത്ത് ഉസ്താദ്, അറഫാത്ത് ഉസ്താദ് അടക്കമുള്ള ഉസ്താദുമാർ, അതുപോലെ തന്നെ ഉസ്താദുമാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവർക്ക് വീട്ടിൽ നിന്ന് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകിയ ഉമ്മമാർ, അതുപോലെ തന്നെ സ്വന്തം വീട്ടിലെ കാര്യം എന്നതുപോലെ വരുന്നവർക്ക് മുമ്പിൽ ഒരു കുറവും കാണാൻ പാടില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി ഈ പരിപാടിയുടെ ഓരോ കാര്യങ്ങളിലും ഒരു നെഗറ്റീവ് മാർക്ക് പോലും വെക്കാതെ ഇത്രത്തോളം വിജയമാക്കി തീർക്കാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്ത ബഹുമാനപ്പെട്ട തുരുത്തി ജമാഅത്തിന്റെ ഭാരവാഹികൾ, പ്രവർത്തക സമിതി അംഗങ്ങൾ, PTA ഭാരവാഹികൾ, പ്രവർത്തക സമിതി അംഗങ്ങൾ, അങ്ങനെ ഒരുപാട് പേരുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് ഈ 2 ദിവസം കൊണ്ട് നമുക്ക് ലഭിച്ച റിസൾട്ട്. ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം, നമ്മുടെ കാലഘട്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു റീൽസ് യുഗമാണ്. എല്ലാം സടപടെ എന്ന് പെട്ടെന്ന് കഴിയണം. ഏത് നാട്ടിൽ പോയി നോക്കിയാലും എല്ലായിടത്തും പറയാനുള്ളത്, ഉസ്താദെ രാത്രി 10 മണിയാകുമ്പോൾ 11 മണിയാകുമ്പോൾ പരിപാടി കഴിയണം. ഈ ഒരു സമ്പ്രദായം നമ്മുടെ നബിദിന പരിപാടിയിൽ മാത്രം കാണുന്ന ഒരു സമ്പ്രദായമാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ ഇന്ന് രാവിലെ 10 മണിക്ക് തന്നെ മദ്രസ പരിപാടി തുടങ്ങിയപ്പോൾ ചിലപ്പോൾ ചില ഉമ്മമാർക്ക് ഇന്ന് സ്കൂൾ ഉള്ളത് കൊണ്ട് വിഷമം തോന്നിയിട്ടുണ്ടാകും. അങ്ങനെ തോന്നിയ ഉമ്മമാരുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം അത് ദീനാണ്. അത് കഴിഞ്ഞ് രണ്ടാമതാണ് നമ്മുടെ ഭൗതികം. ഞാനൊന്നിനെയും നിരുത്സാഹപ്പെടുത്തുന്നതല്ല. നമ്മുടെ മക്കൾ മദ്രസയിൽ പഠിക്കുന്നുണ്ട്, സ്കൂളിൽ പഠിക്കുന്നുണ്ട്. സ്കൂളിൽ കലാപരിപാടികൾ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ മദ്രസയിൽ നിന്ന് 7:15 7:30 പോകുന്നത് പോലെ തന്നെ നമ്മുടെ മദ്രസയിലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മുഹബ്ബത്തിന്റെ ഈ വേദിക്ക് വേണ്ടി നമ്മുടെ മദ്രസ, നമ്മളെ കുട്ടികളുടെ ഒരു ദിവസത്തെ സ്കൂളിന് നമ്മൾ ആത്മസമർപ്പണം നടത്തിയാൽ അതുകൊണ്ട് പടച്ചവൻ നമുക്ക് ഒരിക്കലും നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ ഒരു കുറവും വരുത്തില്ല. കാരണം പടച്ചവൻ ഇഷ്ടപ്പെടുന്ന പരിപാടിയാണ് നമ്മുടെ ഈ മദ്രസയിൽ നടക്കുന്ന കലാപരിപാടി എന്ന് പറഞ്ഞാൽ. നമ്മൾ ദീനിന് വേണ്ടി നമ്മുടെ മക്കൾ സമർപ്പിക്കേണ്ടവരാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വലിയ, ആ കാലത്ത് തന്നെ അറിയപ്പെട്ട ഒരു കവിയത്രിയായ ഒരു പെണ്ണായിരുന്നു തുമാലിർ ബിൻത് അംർ ബിൻ ശുറൈദ് എന്ന ഖൻസാ. ഈ സ്ത്രീ ഇസ്ലാം വന്നപ്പോ മുസ്ലിമായി. അങ്ങനെ ഇരിക്കെ ഖാദിസിയ യുദ്ധത്തിൽ വെച്ച്, ഖാദിസിയ യുദ്ധത്തിലേക്ക് ഈ സ്ത്രീയുടെ, ഈ ഖൻസാ എന്ന സഹോദരിയുടെ 4 പൊന്നോമന മക്കൾ ഖാദിസിയ യുദ്ധത്തിൽ ഇസ്ലാമിന് വേണ്ടി പുറപ്പെടുകയാണ്. യുദ്ധം കഴിഞ്ഞപ്പോൾ വാർത്തയെത്തി, ഖൻസാഇന്റെ 4 മക്കളും ആ യുദ്ധത്തിൽ വെച്ച് വഫാത്തായിരിക്കുന്നു. വാർത്ത കേട്ട ഉടനെ ആ ഖൻസാ എന്ന് പറയുന്ന ആ സ്ത്രീ പറഞ്ഞൊരു വാക്കുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ ശറഫനി ബിഖത്ലിഹിം. എന്റെ മക്കളുടെ ആ ധീര രക്തസാക്ഷിത്വം കൊണ്ട് എന്നെ പവിത്രമാക്കിയ എന്റെ പടച്ചവന് അൽഹംദുലില്ലാ, സർവസ്തുതിയുമെന്ന്. ഞാനിത് പറയാനുള്ള കാരണം, എന്റെ പൊന്നുമ്മമാരെ, നമ്മുടെ മക്കൾ 2 വിദ്യാഭ്യാസവും നേടണ്ടെന്നല്ല, ഓരോന്നിനും അതിൻ്റെതായ മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ നേടിക്കൊണ്ട് ആ മൂല്യത്തോടു കൂടി നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി ശ്രമിക്കണം. കേവലം പാഠപുസ്തകത്തിൽ നിന്നുള്ള അറിവുകൾ മാത്രമല്ല
നമ്മുടെ മദ്രസയിലെ വിദ്യാർത്ഥികൾ, സ്കൂളിലെ വിദ്യാർത്ഥികൾ, പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വിജ്ഞാനം, അവർ സ്കൂളിൽ വെച്ച് മദ്രസയിൽ വെച്ച് നടത്തുന്ന കലാപരിപാടികൾ, സ്പോർട്സുകൾ, അതുപോലെ തന്നെ മദ്രസയിലും സ്കൂളിലുമൊക്കെ ഉണ്ടാകുന്ന ആക്ടിവിറ്റീസുകൾ, അതായത് പഠനത്തിന് പുറമെയുള്ള പാഠ്യേതര പദ്ധതികളിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, അതിന്റെ ഭാഗമാണ് ഈ കലാമത്സരങ്ങൾ. ഇതൊക്കെ കൂടുമ്പോഴാണ് നമ്മുടെ മക്കളിൽ ഏറ്റവും നല്ലൊരു വ്യക്തിത്വം ഉണ്ടായിത്തീരുക. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ മക്കളെ ദീനിന്റെ കാര്യത്തിൽ നമ്മൾ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ദയവ് ചെയ്ത് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചാൽ ചിലപ്പോൾ അത് പടച്ചവന് ഇഷ്ടപ്പെടുന്നു വരില്ല, അള്ളാന്റെ റസൂൽ ഇഷ്ടപ്പെടുന്നു വരില്ല. കാരണം അള്ളാന്റെ റസൂലിനെ മദ്ഹ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിനെ മദ്ഹ് ചെയ്യുന്നത് അവിടത്തേക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ചരിത്രത്തിൽ കാണാം, ഒരിക്കൽ ഖുറൈശികൾ ഒരുപാട് ഇസ്ലാമിനെ ആക്ഷേപിച്ചപ്പോൾ അള്ളാന്റെ റസൂൽ സഹാബത്തിനോട് ചോദിച്ചു, ഇസ്ലാമിന് വേണ്ടി വാള് കൊണ്ട് സമരം ചെയ്യാൻ ഒരുപാട് പേരുണ്ടാകും, പക്ഷേ നാക്കുകൊണ്ട് ഇസ്ലാമിനെ അവഹേളിക്കുന്ന കുഫാറുകൾക്ക്, ഖുറൈശികൾക്ക് മറുപടി കൊടുക്കാൻ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ സദസ്സിൽ നിന്ന് ഒരു വ്യക്തി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റും റസൂലേ. റസൂൽ അവിടുന്ന് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഹസ്സാനെ, ഞാനും ഒരു ഖുറൈശിയാണ്, ആ സന്ദർഭത്തിൽ എങ്ങനെയാണ് ഹസ്സാനെ ആ ഖുറൈശികളിൽ നിന്ന് എന്നെ മാത്രം വേർതിരിച്ചുകൊണ്ട് നിന്നെക്കൊണ്ട് ആ ഖുറൈശികൾ അവഹേളിക്കാൻ സാധിക്കുക എന്ന്? ചരിത്രത്തിൽ ചുരുക്കി പറയുകയാണ്, ചരിത്രത്തിൽ കാണാം, ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ വളരെ മനോഹരമായി ഖുറൈശികൾ അവിടുന്ന് തന്റെ കവിതയിലൂടെ പരാജയപ്പെടുത്തിയപ്പോ അള്ളാന്റെ റസൂല് ഹസ്സാൻ ഇബ്നു സാബിത്തിനോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഹസ്സാനെ, നിന്റെ വാക്കുകൾക്ക്, നിന്റെ കവിതകൾക്ക് വാളിനെക്കാളും മൂർച്ചയുണ്ടായിരുന്നു എന്ന് പറഞ്ഞെന്ന് മാത്രമല്ല, ഗ്രന്ഥങ്ങളിൽ കാണാം, അല്ലാഹുമ്മ അയ്യിദ്ഹും ബിറൂഹിൽ ഖുദ്സ്, പടച്ചവനെ റൂഹുൽ ഖുദ്സിനെ കൊണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് നീ ഈ ഹസ്സാനിനെ ശക്തിപ്പെടുത്തണമേ എന്ന് അള്ളാന്റെ റസൂൽ തവസ്സുൽ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. എന്റെ പൊന്നുമ്മമാരോട് പറയാനുള്ളത്, നമ്മുടെ കലാപരിപാടികൾക്ക്, മദ്രസിന്റെ പരിപാടികൾക്ക് ഒരിക്കലും സ്കൂൾ തടസ്സമല്ല, സ്കൂളിന്റെ പരിപാടികൾക്ക് ഒരിക്കലും മദ്രസയും തടസ്സമല്ല. നമ്മുടെ മക്കളുടെ മതപരവും ഭൗതികപരവുമായ ഉന്നമനത്തിലുള്ള പരസ്പരം സഹകരിച്ചു കൊണ്ടുപോകേണ്ട ഒരു പരസ്പര പൂരകങ്ങളാണ് മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും. ഇതിന് രണ്ടിനും നൽകേണ്ട മൂല്യങ്ങളും സ്ഥാനങ്ങളും നൽകിയില്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ പൊന്നുമ്മമാരോടും പൊന്നുപ്പമാരോടും പറയാനുള്ളത്, മക്കളുടെ കലാപരിപാടികൾ അത് സമയബന്ധിതമായി നടത്തേണ്ടത് കൊണ്ടാണ് ഇന്ന് രാവിലെയും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമൊക്കെയായി നടത്തിയത്. കേവലം രാത്രിമ കൊണ്ട് മാത്രം നടത്തിയാൽ നമ്മുടെ പഞ്ചോമനകളുടെ പരിപാടികൾ മുഴുവനായി നടത്താൻ സാധിക്കില്ല. അതുകൊണ്ട് അതിൽ വല്ല വിഷമവും വന്നവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നിങ്ങളതിനെ സമാധാനപ്പെടണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ കടക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ഈ മഹലിന്റെ ആത്മീയ നേതൃത്വം ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ, ഉസ്താദിനെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന ജമാഅത്തിന്റെ ഭാരവാഹികൾ, PTA ഭാരവാഹികൾ, സ്കൂൾ മാനേജർ, വാർഡ് കൗൺസിലർ, സ്കൂൾ PTA പ്രസിഡന്റ്, അതുപോലെ തന്നെ നമ്മുടെ ജമാഅത്തിലെ വിവിധ സംഘടനകളെ പ്രതിനിധീകരിക്കുന്ന ഒരുപാട് പ്രതിനിധികളുണ്ട്. എല്ലാവരെയും ഹാർദമായി ഒറ്റ വാക്കിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ജമാഅത്ത് പ്രസിഡന്റിനെ ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.